ഹലോ. നമുക്കിന്ന് നോക്കാനുള്ളത് SDLC എന്താന്നുള്ളതാണ്. അതായത് സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താണ്? അതിലൊരുപാട് മെത്തഡോളജീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് യൂസ് ചെയ്യുന്ന ഡെവോപ്സ് അതല്ലാതെയും ഡെവോപ്സ് വരുന്നതിന്റെ മുന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരുപാട് മെത്തഡോളജീസ് ഉണ്ട്. ഡെവോപ്സ് ടൂളുകള്, ഡെവോപ്സ് സർവീസ് ഇതെല്ലാം പഠിക്കുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് ഡെവോപ്സ് എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു? അല്ലാതെ ഡെവോപ്സ് എങ്ങനെയാണ് ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? അപ്പോൾ ഡെവോപ്സ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു മെത്തഡോളജിയാണ്. അപ്പോൾ അത് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആയിട്ടായിരിക്കും ഡെവോപ്സ് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ എന്താ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ SDLC സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താണ്? അതിൽ വരുന്ന ഒരുപാട് മെത്തഡോളജീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡെവോപ്സിന്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്ന ട്രഡീഷൻ ആയാലും അതിൻ്റെയൊക്കെ മിഡിലൊക്കെ നമ്മൾ ഒരുപാട് മെത്തഡോളജികൾ, ഒരുപാട് മോഡലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെവോപ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡെവോപ്സിലായാലും നമ്മളുടെ ഒരു സോഫ്റ്റ്‌വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ലൈഫ് സൈക്കിളിൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഫേസസ് ഉണ്ട്. ഇത്തരം ഫേസസ് എല്ലാം എന്താണ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഒരു ലൈഫ് സൈക്കിൾ. സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിള് ചെറിയൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതായത് നമുക്ക് നമ്മളുടെ സോഫ്റ്റ്‌വെയർ അല്ലാതെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? ഭയങ്കര ഓർഗനൈസ് ആയിട്ടുള്ള നമുക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ. അല്ല, ഹൈ ക്വാളിറ്റി വേണം. അതുപോലെ തന്നെ നമുക്ക് ഓൺ ടൈമിൽ ആ ഒരു പ്രൊജക്റ്റ് അല്ലാണ്ട് ആ ഒരു സോഫ്റ്റ്‌വെയർ നമുക്ക് ഡെലിവർ ചെയ്യേണ്ടി വരും. നമ്മളുടെ എൻഡ് ക്ലയന്റ് ആവാം, അല്ലാണ്ട് എൻഡ് ബിസിനസ് കസ്റ്റമർ ആകാം, അല്ലേ? അപ്പോൾ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സോഫ്റ്റ്‌വെയർ നമുക്ക് ഓൺ ടൈമിൽ തന്നെ നമുക്കിത് ഡെലിവർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് വരുത്തണം. അതുപോലെ യൂസറിൻ്റെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു അപ്ലിക്കേഷനാണ് അല്ലാണ്ട് ഒരു സോഫ്റ്റ്‌വെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്‌വെയർസിനെല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ പല എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ട എന്തെങ്കിലും ഫങ്ഷണാലിറ്റികൾ ഉണ്ടായിരിക്കും. നോൺ ഫങ്ഷണൽ ആയാലും ഫങ്ഷണൽ ആയാലും ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്‌വെയർ അല്ലാണ്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ട രീതിയിൽ അവരുടെ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഹൈ ക്വാളിറ്റി വരുത്തണം. അതുപോലെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. വേറെ മറ്റുള്ളത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അതായത് വലിയ കോസ്റ്റ് ഒന്നും വരാതെ നമുക്ക് ഏറ്റവും എന്താ പറയാ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സോഫ്റ്റ്‌വെയർ അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇതല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കോസ്റ്റ് അനാലിസിസ് പറഞ്ഞ അതുപോലെ റിസ്ക് അനാലിസിസ്, ഇതിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഏഹ് ക്ലയന്റിന്റെ അല്ലാണ്ട് നമ്മളുടെ യൂസറിന്റെ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്‌വെയർ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സിലൂടെ തന്നെ കടന്നു പോകണം. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്‌വെയർ ബിൽഡ് ചെയ്തെടുക്കുന്നതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഡെലിവറി ടൈമിൽ ഏതാണ്ട് നമ്മുടെ യൂസറിന് ഒരു സോഫ്റ്റ്‌വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലാണ്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്‌വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീം ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫേസസ് ഉണ്ട്. അതായത് റിക്വയർമെന്റ് ഗ്യാതർ ചെയ്യും, അതുപോലെ അത് പ്ലാൻ ചെയ്യും, ഡിസൈനിങ്, ഡെവലപ്പ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, അതിൻ്റെ മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നമ്മളൊരു സോഫ്റ്റ്‌വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീം ഫോളോ ചെയ്യുന്ന പ്രോസസ്സുകൾ. അപ്പോൾ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിൾ, ഈ ഒരു ലൈഫ് സൈക്കിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം SDLC, അതായത് സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതിൻ്റെ ഒരു 4 എന്താ പറയുക, അതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു 4 കീ പോയിന്റ്സ് ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, ഡെലിവേർഡ് ഓൺ ടൈം, അതായത് നമ്മൾ പറയുന്ന ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും ഒരു പ്രൊജക്റ്റിനല്ല. ഏതൊരു പ്രൊജക്റ്റ് ആയാലും നമ്മൾ അത് മുന്നേ തന്നെ പ്ലാൻ ചെയ്യും. ഇത് എന്ന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വാർട്ടർ ആകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ 2 മന്ത്സ് 1 മന്ത് കഴിയുമ്പോൾ ഇത് ഏത് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു പ്രൊജക്റ്റിന് എന്തുണ്ടായിരിക്കും? ഒരു വെൽ
ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. എല്ലാ പ്രൊജക്റ്റ് ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ ഡെലിവർ ചെയ്യണം, ഇത് ഗോ ലൈവ് എന്ന് പ്രൊഡക്ഷനിൽ പോകണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇനീഷ്യൽ ടൈമിൽ തന്നെ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഹൈ ആയിരിക്കണം. അതേപോലെ നമ്മൾ ഈ പറയുന്ന ടൈം, ഈ ഒരു പ്രൊജക്റ്റ് പ്ലാനിന് അനുസരിച്ച് തന്നെ നമ്മളുടെ പ്രൊജക്റ്റ് മുന്നോട്ട് പോകണം. എന്നാണോ നമ്മൾ ഇത് ഗോ ലൈവ് അല്ലാണ്ട് പ്രൊഡക്ഷനിൽ പറയുന്ന ഒരു ടൈം, ആ ടൈമിൽ നമുക്കിത് ഡെലിവർ ചെയ്യണം. ഡെലിവർ ആവുന്ന ടൈമിൽ നമുക്ക് ചുമ്മാ ഡെലിവർ ചെയ്താലും പോരാ, നമ്മുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ് ക്ലയൻറ്റ് എന്തായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നമ്മുടെ വർക്കിൽ. അതുപോലെ തന്നെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു കോസ്റ്റ് വരാൻ പാടില്ല, അഫോർഡബിൾ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീം ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫേസസ് ഉണ്ട്. ഈ ഒരു എൻ്റയർ ഫേസസിനെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു SDLCയിൽ, അതായത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ ഓർഗനൈസേഷനിലായാലും കമ്പനിയിലായാലും നമ്മളുടെ ഡെവലപ്മെൻറ്റ് ടീം ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ ടീം ഉണ്ടായിരിക്കും, QA ടീം ഉണ്ടായിരിക്കും, അല്ലാണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ വേറെയും സെക്യൂരിറ്റി ടീം വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും നമ്മളുടെ ഒരു പ്രൊജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും കൊളാബ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു SDLCയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഡെവലപ്പേഴ്സും ഓപ്പറേഷൻ ടീമും ആയിരിക്കും. അതായത് നമ്മളുടെ ഡെവലപ്പേഴ്സ് ആയിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ, അതിൻ്റെ പ്രൊഡക്റ്റിന് വേണ്ട കോഡ് എഴുതുന്നത്. ഓപ്പറേഷൻ ടീം ആയിരിക്കും ആ ഒരു എന്താ പറയുക കോഡിൻ്റെ ബിൽഡ് എടുക്കുന്നത്, ആ ബിൽഡ് ഒരു സെർവറിൽ ഡിപ്ലോയ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് മോണിറ്ററിങ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഓപ്പറേഷൻ ടീം ആയിരിക്കും. അപ്പോൾ ഒരു മെജോറിറ്റി കൂടുതലും ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആവുന്ന ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റും അതുപോലെ ഓപ്പറേഷനും. അത് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ എന്ത് പറഞ്ഞു, SDLCയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീമുകൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫേസസ് ഉണ്ട്, അല്ലേ? അതായത് ഡെവലപ്മെൻറ്റ് ടീമിന് അവർ ഫേസ് ചെയ്യേണ്ട കുറച്ച് സ്റ്റേജസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിക്വയർമെൻറ്റ്സ്, പ്ലാനിങ്, ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്. ശരിക്ക് ഒരു പ്രൊജക്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ആദ്യം നമ്മളുടെ യൂസറുമായിട്ട്, അല്ലാണ്ട് നമ്മുടെ ബിസിനസ് ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കും, ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഈ ഡിസ്കഷൻ ത്രൂ അവരെന്ത് ചെയ്യും, മാക്സിമം ഇവരുടെ അടുത്ത് നിന്ന് റിക്വയർമെൻറ്റ്സ് നമ്മൾ വാങ്ങിച്ചെടുക്കും. ഓക്കെ, എന്തൊക്കെയാണ്, ഏത് രീതിയിൽ, എന്തിന് വേണ്ട അപ്ലിക്കേഷനാണ്, അല്ലാണ്ട് എന്തിന് വേണ്ട സോഫ്റ്റ്വെയർ ആണ്, അതിനെന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യും, ഗ്യാദർ ചെയ്യും. നെക്സ്റ്റ് ഡെവലപ്പേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ പ്ലാനിങ് ആണ്. അതായത് നമുക്ക് റിക്വയർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനി എന്ത് ചെയ്യണം, ഏത് രീതിയിൽ നമുക്ക് ഏത് ആർക്കിടെക്ചർ യൂസ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ ഒരു പ്ലാനിങ് ഫേസാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, തേർഡ് ഫേസിൽ വരുന്നത് ഇതിൻ്റെ ഡിസൈനിങ് ആണ്. അതായത് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം, ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ലിങ്ക്ഡിൻ, ഇതെല്ലാം ഓരോ സംഭവങ്ങളും നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണ്. ഇതിൻ്റെ എല്ലാതിൻ്റെയും ഇൻ്റർഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ലിങ്ക്ഡിൻ കാണുന്ന പോലെയല്ല നമ്മൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലാണ്ട് ആമസോൺ എടുത്തു കഴിഞ്ഞാൽ. ഓരോ പർപ്പസിനും അതിൻ്റെ ഡിസൈൻ, നമ്മൾ കാണുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അതായത് അതിലുള്ള കളർ തീമുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, ലോഗോ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ പേജുകൾ എവിടെ വരുന്നത് അത് ഡിഫറെൻ്റ് ആയിരിക്കും, ഓപ്ഷൻസ്, ഫീച്ചേഴ്സ്, ഇതെല്ലാം നമ്മൾ ആ കാണുന്ന ആ ഒരു യൂസറിൻ്റെ ഇൻ്റർഫേസ്, നമ്മളുടെ UI ഇൻ്റർഫേസിൽ പല രീതിയിലായിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഒരാൾ ഡിസൈൻ ചെയ്യുന്നതാണ്. അതിന് നമ്മളുടെ കമ്പനിയിൽ മേ ബി UI UX ഡിസൈനിങ് ടീമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ഡിസൈനിങ് ടീമുകളാണ് എന്ത് ചെയ്യുക, നമ്മൾക്ക് വേണ്ട അപ്ലിക്കേഷന് ഏത് രീതിയിലാണ്, എന്താണ് അതിൻ്റെ കളർ തീം, ഏതൊക്കെയാണ് അതിൻ്റെ മോഡൽ കാര്യങ്ങൾ, ഓരോ ബട്ടൺ എവിടെ വരണം, ബട്ടൺ ഏത് മോഡലിലായിരിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈനിങ് ടീമാണ്. ഓക്കെ, ഡിസൈനിങ് ടീം ഇതെല്ലാം ഡിസൈൻ ചെയ്യും, നമ്മളുടെ പ്ലാനിങ്ങും റിക്വയർമെൻറ്റ്സ് എല്ലാം അനുസരിച്ച് അതിന് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്യും. നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്, ഡെവലപ്പേഴ്സ് ഇതിന് വേണ്ട കോഡ് എഴുതി തുടങ്ങും. അത് ഒരു ഡെവലപ്പർ ആവണമെന്നില്ല, ഒരിക്കലും ഒരു ഡെവലപ്പർ ആവില്ല ഒരു പ്രോജക്റ്റിൽ. ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും, ഡെവലപ്പിംഗ് ഒരു ടീം തന്നെ ഉണ്ടായിരിക്കും ഡെവലപ്പേഴ്സിൻ്റെ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും.
ഓക്കെ. അപ്പോൾ റിക്വയർമെൻറ്റ്സും പ്ലാനിങ്ങും ഡിസൈനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും അതിന് വേണ്ട ബിസിനസ് ലോജിക് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അവർ കോഡ് എഴുതി തുടങ്ങും. ഇതാണ് ഓൾമോസ്റ്റ് ഒരു ഡെവലപ്പേഴ്സിന് വരുന്ന നമ്മുടെ STLസിൽ വരുന്ന എന്താ പറയുക മേജർ ആയിട്ടുള്ള കുറച്ച് ഫേസസ്. നെക്സ്റ്റ് കോഡെല്ലാം എഴുതി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി പ്രൊജക്റ്റിന് വേണ്ട എല്ലാ സംഭവങ്ങളും എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓപ്പറേഷൻ ടീമിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഓപ്പറേഷൻ ടീം ഇവിടെ എന്ത് ചെയ്യും, അത് ബിൽഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ ടെസ്റ്റ് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യണം, നെക്സ്റ്റ് അതിൻ്റെ മെയിൻ്റനൻസ്. അപ്പോൾ ഓപ്പറേഷൻ ടീം ഉണ്ട് ഈ കോഡ്, അതായത് നമ്മുടെ സോഴ്സ് കോഡ് ബിൽഡ് ചെയ്യും. ഇപ്പോൾ കമ്പൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്പൈൽ ചെയ്യും, എന്നിട്ട് ബിൽഡ് ചെയ്യും. കമ്പൈൽ മീൻസ് നമ്മളുടെ മെഷീൻസിനൊക്കെ മനസ്സിലാകുന്ന, ഇപ്പോൾ നമ്മൾ ജാവയിലായിരിക്കും അല്ലാതെ C++ലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഇത്തരം ഹൈ ലെവൽ ലാംഗ്വേജസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം, ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എന്താ പറയുക 0101 ഉള്ള ഒരു ലാംഗ്വേജാണ് നമ്മളുടെ സെർവറുകൾക്കും കമ്പ്യൂട്ടറുകൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്. അപ്പോൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഈ കമ്പൈലിങ്. അപ്പോൾ ചില ലാംഗ്വേജസ് നമുക്ക് ഇതുപോലെ കമ്പൈൽ ചെയ്യേണ്ടി വരും. അപ്പോൾ കമ്പൈൽ ചെയ്തിട്ടായിരിക്കും ബിൽഡ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ആ ബിൽഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേഷൻ ടീം എന്ത് ചെയ്യണം, ഡെവലപ്പേഴ്സ് ഈ എഴുതിയിട്ടുള്ള ഈ കോഡിൻ്റെ ബിൽഡ് എടുക്കണം. ഓക്കെ. ബിൽഡ് മീൻസ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ അല്ലാണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ നമ്മൾ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷന് എന്ത് ചെയ്യാണ്, ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ലാപ്ടോപ്പിലാണെന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ഒരു മേ ബി ഒന്നെങ്കിൽ ഒരു സിപ്പ് ഫയലായിരിക്കും വരുന്നത്, അല്ലാണ്ട് ഒരു EXE ഫോർമാറ്റിലുള്ള ഒരു ഫയൽ അല്ല, മോസ്റ്റ്ലി ആ ഒരു രീതിയിലായിരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ വരുന്ന ഒരു ഫയലായിരിക്കും വരുന്നത്. ആ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഒരിക്കലും നമ്മളുടെ കമ്പ്യൂട്ടറിലോട്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയിട്ട് വാട്സപ്പ് ഡൗൺലോഡ് സെർച്ച് ചെയ്യും. ഓക്കെ. ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വരുന്നത്, മേ ബി ഒരു സിപ്പ് ഫയലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ എന്തെങ്കിലും ഒരു EXE ഫോർമാറ്റിൽ വരുന്ന ഒരു ഫയലായിരിക്കാം. ആ ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് ആക്സസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ഫയൽ, ആ ഒരു ഡോട്ട് എക്സ്റ്റൻഷൻ വരുന്ന ഫയൽ, അതാണ് ശരിക്കും എന്ത് വാട്സപ്പിൻ്റെ ഒരു ബിൽഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. അതായത് എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ മെഷീനിൽ എനിക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിൽ കിട്ടുന്ന ഒരു ഫോർമാറ്റിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ബിൽഡ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് അല്ലാതെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമ്മളോട് മേ ബി പ്ലാറ്റ്ഫോം ചോദിക്കും. നിങ്ങൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക, ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക, മാക് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ബട്ടൺ ആയിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. കാരണം എന്താ, ഓരോ മെഷീനിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഡിപ്പെൻഡൻസി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിന് വരെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന സംഭവമാണ് എന്ത്, അതിൻ്റെ ശരിക്കൊരു ബിൽഡ്. ഓക്കെ. നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ്. ഓക്കെ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അപ്ലിക്കേഷൻ്റെ ബിൽഡ് എടുക്കണം. എന്തിനാണ്, നമുക്ക് സെർവറിൽ കൊണ്ടുപോയിട്ട് അത് ഹോസ്റ്റ് ചെയ്യാൻ, അല്ലാതെ ഡിപ്ലോയ് ചെയ്യാൻ. ഓക്കെ. ഡിപ്ലോയ് മീൻസ് ഇൻസ്റ്റാളേഷൻ തന്നെയാണ്. നമ്മൾ ചെറിയ വോളിയത്തിൽ, അതായത് സ്മോൾ വോളിയം, നമ്മുടെ ഫോണ് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ എന്നാണ് പറയുക. അതല്ല, അതൊരു ലാർജ് വോളിയത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് സെർവർ എന്ന് പറയുന്നത് ഒരു ലാർജ് വോളിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ളതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ഡിപ്ലോയ് എന്നാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡ് എടുക്കണം. ഓക്കെ. ഈ ബിൽഡാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഡെവലപ്പേഴ്സ് എഴുതിയ ഈ കോഡിൻ്റെ ബിൽഡ് എടുക്കും. ഓക്കെ. ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിപ്പ് ഫയൽ പോലെ തന്നെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. നമ്മുടെ ഒരു എൻ്റയർ കോഡിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് അതായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ സെർവറിലും കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലാണ്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വാട്സപ്പിന് വേണ്ടി എഴുതിയ എൻ്റയർ കോഡല്ല നമ്മുടെ ലാപ്ടോപ്പിലോട്ട് വരുന്നത് അല്ലേ. നമ്മൾ കോഡൊന്നും കാണുന്നില്ല, നമുക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ ബിൽഡ് മാത്രം ശരിക്കും വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ബിൽഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ടീമിൻ്റെ പണിയാണ്. അതുപോലെ ബിൽഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ടെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളുടെ കോഡിലുള്ള ബിസിനസ് ലോജിക്കൊക്കെ അനുസരിച്ച്
നമ്മൾ എഴുതിയ ആ കോഡ് എഴുതിയ കാര്യങ്ങൾ, ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണോ, പ്രോപ്പർ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനനുസരിച്ച് ടെസ്റ്റ് സ്ക്രിപ്റ്റുകൾ എഴുതും. ഇത്തരം ടെസ്റ്റ് സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ റൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിലാണ് നെക്സ്റ്റ് അത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, പോസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിന് വേണ്ട മെയിൻ്റനൻസ് കൊടുക്കണം. അതായത് മെയിൻ്റനൻസ് മീൻസ് കണ്ടോ, മോണിറ്ററിങ് ഉണ്ടായിരിക്കും, അതിലുള്ള പുതിയ അപ്ഡേറ്റുകൾ, കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടോ, മോണിറ്ററിങ്, അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്ത സെർവറിൽ നമ്മുടെ അപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ട എല്ലാ സ്പെസിഫിക്കേഷൻ ഉണ്ടോ, ഹാർഡ്വെയർ ആയാലും സി പി യു, ഇതിൻ്റെ ഫങ്ഷനാലിറ്റി കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ, അവൈലബിൾ ആണോ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാതും എന്താണ്, നമ്മുടെ SDLCൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ഫേസസാണ്, അല്ലാണ്ട് സ്റ്റേജസ്. അതായത് റിക്വയർമെൻറ്റ്, പ്ലാനിങ്, ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ബിൽഡ്, ടെസ്റ്റ് എല്ലാം. ഇത് ഞാൻ കോമൺ ആയിട്ടുള്ളതാണ്. ഓരോ പ്രൊജക്റ്റിനും മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റേജസ് കാര്യങ്ങളാണ്. ഇതിൽ തന്നെ ഒരുപാട് നമ്മളുടെ, ഇപ്പം ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തതിൽ ഡെവലപ്മെൻറ്റ് ടീമും ഓപ്പറേഷൻ ടീമും ഉള്ളൂ. മേ ബി നമ്മൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ടീമുകൾ ഇൻവോൾവ് ആവാം. QA ടീം വരാം, ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റേഴ്സ് വരാം. ഇപ്പം ഞാനിവിടെ ഒരു QA ടീം എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. മേ ബി QA ടീം ആയിരിക്കും അതിൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതായത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആണോ, കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതോ അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് വരുത്തുന്ന ടീമുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ SDLCയിൽ ഈ ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, നമ്മൾ ഇത്തരം രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രോപ്പറായി നല്ല രീതിയിൽ എല്ലാ ടീമും കൂടി കൊളാബ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈ ക്വാളിറ്റിയും ഈ ഡെലിവേർഡ് ഓൺ ടൈം, അതുപോലെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക, കോസ്റ്റ് എഫക്റ്റീവ്, ഇതെല്ലാം നമുക്ക് പോസിബിൾ ആക്കാൻ കഴിയുള്ളൂ. അതല്ല ഡെവലപ്പേഴ്സ് മാത്രം കുറച്ച് കോഡ് എഴുതി അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ടീം വരുമ്പോൾ അവിടെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ ഇത്തരം ഇഷ്യൂസിലോട്ട് നമുക്ക് കടന്നു വരാം. ഈ SDLCയിൽ ഒരുപാട് മെത്തഡോളജീസ് ഉണ്ട്. അതായത് നമ്മൾ ഇനീഷ്യൽ ടൈമിൽ ഈ SDLCൻ്റെ ഏറ്റവും ഇനീഷ്യൽ ടൈമിൽ ഏർലിയസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തഡോളജിയാണ് വാട്ടർഫോൾ മെത്തഡോളജി. ഓക്കെ, ഈ വാട്ടർഫോൾ മെത്തഡോളജി ഉണ്ട്, അതുപോലെ അജൈൽ മെത്തഡോളജി ഉണ്ട്, സ്ക്രം മെത്തഡോളജി ഉണ്ട്, ലീനിയർ ഉണ്ട്, സ്പൈറൽ ഉണ്ട്, ഫൈനലി ഇപ്പോൾ ഉള്ളത് ഡെവോപ്സ് മെത്തഡോളജിയാണ്. ഓക്കെ, അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്നതിന് വാട്ടർഫോൾ മെത്തഡോളജി. ഇത് തന്നെയാണ് സംഭവം. അതായത് റിക്വയർമെൻറ്റ്സ്, പ്ലാനിങ്, ഓരോ മെത്തഡോളജിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വാട്ടർഫോൾ മെത്തഡോളജിയിൽ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് ഈ ഒരു ഹൈ ക്വാളിറ്റി, അതുപോലെ ഡെലിവേർഡ് ഓൺ ടൈം, യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക, കോസ്റ്റ് എഫക്റ്റീവ്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വാട്ടർഫോൾ മെത്തഡോളജിയിൽ അപ്ലിക്കബിൾ ആയിരുന്നില്ല. എല്ലാതും പോസിബിൾ ആയിരുന്നില്ല. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച ഒരു ഡെഡ് ലൈനിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അതുപോലെ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഓരോ ടൈമിൽ ഫീഡ്ബാക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, അതായത് ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഇഷ്യൂ, ഒരുപാട് നീണ്ടു പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് മെത്തഡോളജികൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരെണ്ണമാണ് അജൈൽ മെത്തഡോളജി. ഓക്കെ, അജൈൽ മെത്തഡോളജി ശരിക്കും ഫോക്കസ് ചെയ്തിരുന്നത് ഡെവലപ്പിംഗ് സൈഡിലായിരുന്നു. നമ്മുടെ ഈ റിക്വയർമെൻറ്റ്സ്, പ്ലാനിങ്, ഡിസൈനിങ്, ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഫേസിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെല്ലാവരും പഠിക്കുന്ന ഡെവോപ്സ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ കാണാം, ഞാൻ ജസ്റ്റ് വാട്ടർഫോൾ മെത്തഡോളജിയുടെ എന്താ പറയുക ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ SDLCയിലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇവിടെ കാണാം. റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്, ഡിസൈന്, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുക, കോഡ്, ബിൽഡ്, ആ ഒരു പ്രൊസീജിയേഴ്സിനെ മുഴുവനായിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. അതുപോലെ വെരിഫിക്കേഷൻ, ഫൈനലി മെയിൻ്റനൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഡിസൈനിങ്, പ്ലാനിങ്, റിക്വയർമെൻറ്റ്സ്, അതുപോലെ ഡെവലപ്മെൻറ്റ്, ബിൽഡ്, ടെസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ മസ്റ്റായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വന്നിരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾ മെത്തഡോളജിയിൽ നമുക്ക് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യൂസറിൻ്റെ അടുത്ത് നിന്ന് റിക്വയർമെൻറ്റ്സ് നമ്മൾ ഗെയിൻ ചെയ്യില്ല, ഗ്യാദർ ചെയ്യും. ഓക്കെ, ഈ ഒരു ടൈം മാത്രമായിരുന്നു എന്ത്, യൂസറിൻ്റെ അടുത്ത് നിന്ന് അവരുടെ ഇൻപുട്ട് വാങ്ങിച്ചിരുന്നത്. ഓക്കെ, ആ ഒരു ഇനീഷ്യൽ ടൈമിൽ.
അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലോങ് ടൈം ആയിരുന്നു. ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പോസിബിൾ ആയിരുന്നില്ല. ഡെവലപ്മെൻറ്റ് ടീം എന്ത് ചെയ്യും, റിക്വയർമെൻ്റ് എടുക്കും, അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തൊരു ലോങ് ടൈം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ബിൽഡ് എടുക്കും, അത് ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ് ചെയ്ത് കഴിയുന്ന ടൈമിലായിരിക്കും മേ ബി നമ്മുടെ യൂസറിൻ്റെ പല കാര്യങ്ങളും മേ ബി നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതായത് അവരുടെ പ്രോപ്പർ റിക്വയർമെൻറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത ടൈമിൽ നമ്മുടെ യൂസറിന് എന്ത് തോന്നുകയാണ്, എനിക്ക് ഇതിൽ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തണം. ഓക്കെ, അല്ലാതെ പുതിയൊരു ഫീച്ചറും കൂടി എനിക്ക് ആഡ് ചെയ്യണം എൻ്റെ ആപ്ലിക്കേഷനിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റാർട്ടിങ് മുതൽ ഓരോ സ്റ്റെപ്പും അതായത് വീണ്ടും റിക്വയർമെൻറ്റ്സ് എടുക്കണം, അതുപോലെ അതിന് വേണ്ട ഡിസൈനിങ് വീണ്ടും ചെയ്യണം, അതിന് വേണ്ട പ്ലാനിങ് ചെയ്യണം, അതിന് വേണ്ട കോഡ് എഴുതണം, അത് വീണ്ടും ബിൽഡ് എടുക്കണം, അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് വീണ്ടും ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ എന്താണ്, ടൈം നല്ല രീതിയിൽ കൺസ്യൂം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി കുറവായിരുന്നു. ട്രാൻസ്പെറൻസി മീൻസ് നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ അപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് ലെവലിലെത്തി, എന്തൊക്കെ ആയി, ഇത് നമ്മൾ ഇടയ്ക്കിടെ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കുന്നതോ അല്ലാണ്ട് അവരുടെ ഒരു ഇൻപുട്ട് ഫീഡ്ബാക്ക് വാങ്ങുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ വാട്ടർഫോൾ മെത്തഡോളജിയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ മേ ബി നമ്മളുടെ ക്ലയൻറ്റ് പറയും, ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യണം, വേറൊരു പുതിയ ഫീച്ചർ എനിക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ ടൈം എടുക്കുകയാണ്. അതായത് ഇത്തരം പ്രോസസ്സിലൂടെ വീണ്ടും കടന്നു പോരണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫേസിലോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡിസൈനിങ് അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ ബിൽഡ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു ഫേസ് കംപ്ലീറ്റ് പ്രോപ്പറായി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഫേസിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിബിൾ ആയിരുന്നുള്ളൂ. അപ്പോൾ ഈ ചലഞ്ചിനൊക്കെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പുതിയ പുതിയ മെത്തഡോളജികൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന ചലഞ്ച് എന്താണ്, പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുമല്ലാതെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യും, കോഡ് ഡിസൈൻ ചെയ്യും, പ്ലാനിങ്ങും കാര്യങ്ങളും റിക്വയർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, അവരത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഡെവലപ്പ് ചെയ്ത കോഡ് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ടീമിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെവലപ്പേഴ്സും ഓപ്പറേഷൻ ടീമും പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതായത് ഇവർ ഡെവലപ്പേഴ്സ് എന്താണ് ചെയ്യുന്നത്, അല്ല അവർ എന്ത് ആപ്ലിക്കേഷനാണ്, ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഡിപ്പെൻഡൻസി എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി, ഇത്തരം കാര്യങ്ങളൊന്നും ശരിക്കും ഓപ്പറേഷൻ ടീമിലുള്ള ആരും അറിയണില്ല. അതായത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈലോയിഡ് പ്രൊജക്റ്റാണ് നടന്നിരുന്നത് വാട്ടർഫാൾ മെത്തഡോളജിയിൽ. ഡെവലപ്പേഴ്സ് ഇതെല്ലാം കോഡ് ചെയ്തിട്ട് ബിൽഡ് എടുക്കാൻ അവരുടെ കയ്യിൽ കൊടുക്കും, ഓപ്പറേഷൻ ടീം അത് ബിൽഡ് ചെയ്യും, അത് ടെസ്റ്റ് ചെയ്യും, അത് ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഇഷ്യൂസ് വരും. ഓക്കെ, മേ ബി ഡിപ്പെൻഡൻസി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, കാരണം ഇവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഡെവലപ്പേഴ്സ് ഓപ്പറേഷൻ ടീമിന് ഈ കോഡ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവർ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു മാനുവൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനും കൂടെ കൊടുക്കും. ഓക്കെ, ഇത് ഈ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലാണ്ട് ഡിപ്ലോയ് ചെയ്യണം, ഇത് ഡാറ്റാബേസിൻ്റെ വേർഷൻ ഇതാണ്, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഓപ്പറേഷൻ ടീം ഇത് സെർവറിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് എററുകൾ വരാനും ഒരുപാട് ബഗ്ഗുകളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് അവിടെ നടന്നിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പറേഷൻ ടീം ഡെവലപ്പേഴ്സിനെ ബ്ലെയിം ചെയ്യും. അതായത് നിങ്ങളുടെ കോഡിൽ ഇഷ്യൂസ് ഉണ്ട്, ഇത് ഡിപ്ലോയ് ആവുന്നില്ല, എറർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഡെവലപ്പേഴ്സ് എന്ത് പറയും, അത് പ്രോപ്പറായിട്ട് അവരുടെ ലോക്കൽ ഹോസ്റ്റിൽ വർക്ക് ചെയ്തതിന്, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ. ഓക്കെ, അതും വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അജൈൽ മെത്തഡോളജി വന്നു. അജൈൽ മെത്തഡോളജിയിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്, ഫേസസ് സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഡെവലപ്മെൻറ്റ് സൈക്കിളിലായിരുന്നു. അതായത് ഒരു ലോങ്ങർ ഡെവലപ്മെൻറ്റ് സൈക്കിളായിരുന്നു വാട്ടർഫോളിൽ. അത് കുറച്ചും കൂടി ഷോർട്ട് ആക്കണം, അതുപോലെ അതിൽ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരണം, പ്രോപ്പറായിട്ടുള്ള ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകരുത്. ഇതിനെല്ലാം ഓവർകം ചെയ്യാനാണ് അജൈൽ വന്നത്. ഓക്കെ, അജൈലിൽ ഇപ്പോൾ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ കോഡ് എന്താ പറയുക, ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് കമ്മിറ്റ് ചെയ്യുന്ന,
അത് ബിൽഡ് എടുക്കുന്നത്. ഇത്രയും പ്രോസസ്സാണ് ഒരു അജൈൽ ഡെവലപ്മെൻറ്റിൽ വന്നിരുന്നത്. ഓക്കെ. അജൈൽ ഫോക്കസ് ചെയ്തിരുന്നത് ആ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി ഷോർട്ടായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു ഫേസ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫേസിലും ഇവിടെ കണ്ടോ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് അറ്റ് ഓൾ ദ ഫേസസ്. എല്ലാ ഫേസസിലും പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു ഫീഡ്ബാക്ക് എടുക്കും. ഓക്കെ, നമ്മുടെ അപ്ലിക്കേഷന് പ്രോപ്പറാണോ കാര്യങ്ങളെല്ലാം അറിയാൻ. വാട്ടർഫോളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾ മെത്തഡോളജിയിൽ നമ്മൾ എന്ത് ചെയ്യും എൻ്റയർ കോഡ് എഴുതും. ഒരു അപ്ലിക്കേഷന് വേണ്ട മുഴുവൻ കാര്യങ്ങളും എഴുതിയിട്ട് അത് ഡിപ്ലോയ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അജൈലിൽ നമ്മൾ ആ ഒരു രീതിയിലല്ലായിരുന്നു അതിനെ ഹാൻഡിൽ ചെയ്തത്. ഇപ്പോൾ ഒരു അപ്ലിക്കേഷൻ അല്ലാണ്ട് സോഫ്റ്റ്വെയറിൽ ഒരു 20 അല്ലാണ്ട് ഒരു 10 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലാണ്ട് ഒരു 10 പേജസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ എൻ്റയർ കോഡ് എഴുതാതെ കുറച്ച് കാര്യങ്ങൾ എഴുതും. ഓക്കെ, അതായത് ഒരു ഫീച്ചറിന് വേണ്ട കോഡ് എഴുതും. എന്നിട്ട് അതെന്ത് ചെയ്യും അത് കമ്മിറ്റ് ചെയ്യും, അതിൻ്റെ ബിൽഡ് എടുക്കും. അത് ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഫേസിലോ അല്ലാണ്ട് ഡെവലപ്മെൻറ്റ് സെർവറിലോ സ്റ്റേജിങ് സെർവറിലോ ഒക്കെ ജസ്റ്റ് ഡിപ്ലോയ് ചെയ്തിട്ട് അത് നമ്മളുടെ എൻഡ് കസ്റ്റമറിനെ കാണിക്കും. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ ഒരു ഇൻപുട്ട് വാങ്ങിക്കും. ഈ ചെയ്തൊരു ഫീച്ചർ ഓക്കെ ആണോ, ഇത് നിങ്ങൾ വിചാരിച്ച അവരിൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഇൻപുട്ട് നമ്മൾ ഫീഡ്ബാക്ക് അവരുടെ അടുത്ത് നിന്ന് വാങ്ങി. അപ്പോൾ അവർ ഓക്കെ എന്നുണ്ടെങ്കിൽ എന്ത് പറയും, ഓക്കെ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് അപ്പോൾ പറയും. അപ്പോൾ ആ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് എന്താ പറയുക ഫീച്ചർ കോഡ് ചെയ്താനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യും പീസ് ആക്കും നമ്മുടെ അപ്ലിക്കേഷന്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കോഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും നമ്മളുടെ ലൈഫ് സൈക്കിളിലൂടെ അത് ഡെവലപ്പ് ചെയ്യും, അത് ബിൽഡ് എടുക്കും, ടെസ്റ്റ് ചെയ്യും, ഡിപ്ലോയ് ചെയ്യും. എന്നിട്ട് എല്ലാ ഫേസിലും നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ള ഇൻപുട്ട് വാങ്ങിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ വിചാരിക്കുന്ന ആ ഒരു ക്വാളിറ്റി നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിൽ. കാരണം നമ്മൾ എല്ലാ ഫേസിലും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് വാങ്ങിക്കുന്നുണ്ട്, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈഫ് സൈക്കിള് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളും കുറച്ചും കൂടി ഷോർട്ടായി കിട്ടും. നമുക്ക് ഒരുപാട് ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സുകളില്ല. ഷോർട്ടായി കിട്ടാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫോളിൽ മറ്റ് പ്രത്യേകത എന്താണ്, ഒരു ഫേസ് കഴിഞ്ഞാലേ മറ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിബിൾ ആയിരുന്നുള്ളൂ അല്ലേ. നമ്മുടെ അജൈലിൽ ഇങ്ങനെയല്ല, അജൈലിൽ സ്പ്രിൻ്റാണ് വരുന്നത്. അജൈലിൻ്റെ ഒരു ലോഗോ ഇവിടെ ഉണ്ടോ, അതായത് ഒരു സ്പ്രിൻ്റ് മോഡലാണ്. ഇവിടെ പ്ലാനിങ് വരുന്നു, ഡിസൈനിങ് വരുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഡിപ്ലോയ്, റിവ്യൂ. കണ്ടോ, ഇതിങ്ങനെ ഒരു സ്പ്രിൻ്റാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ കോഡ് എഴുതും, അതെന്ത് ചെയ്യും ഡിസൈൻ ചെയ്യും, ഡെവലപ്പ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ഡിപ്ലോയ് ചെയ്യും, അത് റിവ്യൂ ചെയ്യും. അതിൻ്റെ റിവ്യൂ ഞാൻ കസ്റ്റമറിന് എടുത്ത് നടക്കും. നെക്സ്റ്റ് ഞാൻ കാര്യങ്ങൾ എഴുതും. ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഒരു സൈക്കിൾ പോലെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളുടെ ഡെവലപ്മെൻറ്റ് ആ ഒരു ലൈഫ് സൈക്കിൾ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞ് വാട്ടർഫോളിനേക്കാളും അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് എടുത്തിരുന്ന്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്തിരുന്നു ഇൻക്രീസ് ചെയ്തിരുന്നു. ഓക്കെ, ഇവിടെയും ഏകദേശം എന്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മുടെ ഓപ്പറേഷൻ ടീമും ഡെവലപ്പർ ടീമും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, അതായത് രണ്ട് ടീമായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു മാനുവൽ പ്രോസസ്സുകളായിരുന്നു. ഓക്കെ, അത് ശ്രദ്ധിക്കണം, മാനുവൽ പ്രോസസ്സ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മാനുവലായിരുന്നു, അതുപോലെ ബിൽഡ് എടുക്കുന്നത് മാനുവലി, ടെസ്റ്റ് ചെയ്യുന്നത് മാനുവലി, അത് ഡിപ്ലോയ് ചെയ്യുന്നതും കാര്യങ്ങളും അതൊക്കെ എന്തായിരുന്നു മാനുവൽ പ്രോസസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടീഡിയസ് ആയിരുന്നു, ഹെഡ് ഏക്ക് ആയിരുന്നു, ഒരുപാട് ഇഷ്യൂസ് വന്നിരുന്നു, അങ്ങനെ ഒരുപാട് ടൈം കൺസപ്ഷൻ വരും അവിടെ. അത്തരം ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നെക്സ്റ്റ് എന്ത് ചെയ്യണം ഓവർകം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെവോപ്സ് വരുന്നത്. ഓക്കെ, ഡെവോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജൈലിൻ്റെ ഒരു എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ്. അതായത് അജൈൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ശരിക്കും ഡെവോപ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ രൂപമാറ്റം സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെ പറയാം. അതായത് ഡെവോപ്സ് വന്നപ്പോൾ ഒരുപാട് ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റി. ഈ മാനുവലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് ടൂളുകൾ വെച്ച് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ഇവിടെ വരുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, ഓപ്പറേഷൻ ടീമും ഡെവലപ്പേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. പ്രോപ്പറായിട്ട് ഒരു SDLCയിൽ മേജറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഡെവലപ്മെൻറ്റും ഓപ്പറേഷൻസും. അപ്പോൾ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുന്നത് പോസിബിൾ അല്ല.
അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡെവോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെവോപ്സ് ശരിക്കും എന്താണ്, നമ്മുടെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പറേഷനും രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യിക്കുന്ന രീതിയിൽ, അതായത് ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഡെവോപ്സ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡെവലപ്പേഴ്സ് അതുപോലെ ഓപ്പറേഷൻ രണ്ടുപേരും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡെവോപ്സ് വന്ന ടൈമിൽ ഡെവോപ്സ് ഈ ഒരു ടൈമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡെവലപ്പേഴ്സിനെയും ഓപ്പറേഷൻ ടീമിനെയും തമ്മിൽ ജസ്റ്റ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഡെവലപ്പേഴ്സിൻ്റെ കാര്യങ്ങളും ഓപ്പറേഷൻ്റെ കാര്യങ്ങളും രണ്ടും മാനേജ് ചെയ്യുന്ന ടീമിലാണ് ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ, ആ ഒരു ഗ്യാപ്പ്, ഓക്കെ, ഈ ഒരു കാണുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, അതുപോലെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇഷ്യൂ. അതായത് ഇവർ ചെയ്യുന്നത് ഓപ്പറേഷൻ ടീമിന് അറിയില്ല, ഓപ്പറേഷൻ ടീം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഡെവലപ്പേഴ്സിന് അറിയില്ല. ഓക്കെ, ഈ ഒരു ടൈമിലാണ് എന്ത് വരുന്നത്, ഡെവോപ്സ് ശരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്, പ്ലാനിങ്, ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ബിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷന് ഇഷ്യൂ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ മാനുവലി ചെയ്യുന്ന വർക്കുകളെല്ലാം എന്ത് ചെയ്യുക, ടൂളുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഓട്ടോമേഷനൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്, കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ആ ഒരു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനും ടൈം ഒരുപാട് നമുക്ക് ലാഭിക്കാനും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ഹാൻഡ് മെയ്ഡ് ഒരു സാധനം ഉണ്ടാക്കുകയാണ്, എന്തെങ്കിലും ഒരു സംഭവം, അത് മേ ബി നമ്മളൊരു 100 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1 മന്ത് എടുക്കും. ഓക്കെ, സെയിം സാധനം ഞാൻ 100 ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അല്ലേ. അതായത് മെഷീൻസോ ടൂളുകളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇതുവരെ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ടൂളുകളും ഒരുപാട് സംഭവങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തു ഡെവോപ്സിൽ. അതായത് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഫേസിൽ നമ്മളുടെ ഡെവലപ്പേഴ്സ് എന്ത് യൂസ് ചെയ്യും, ഗിറ്റ് ഹബ്, ഓക്കെ, അല്ലാണ്ട് ഗിറ്റ് ലാബ് പോലത്തെ SCM പ്ലാറ്റ്ഫോമുകൾ, സോഴ്സ് കോഡ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അല്ലാണ്ട് ഗിറ്റ് പോലത്തെ വേർഷൻ കൺട്രോൾ സിസ്റ്റങ്ങൾ, ഓക്കെ, നമ്മുടെ കോഡിലുള്ള സംഭവങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യാനും അത് വെൽ ട്രാക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഗിറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ബിൽഡ് ഡോക്കറൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാവൻ പോലത്തെ ബിൽഡ് ടൂളുകൾ യൂസ് ചെയ്തു. ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ വൾണറബിലിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ സോണാർ ക്യൂബ്, സെലീനിയം, ഒരു QA ടീം ആണെന്നുണ്ടെങ്കിൽ മേ ബി ക്യൂ ടെസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് സ്റ്റൈല് പോലത്തെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. ഡിപ്ലോയ്മെൻറ്റിൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ക്യൂബർനെറ്റ്സ് അല്ലേ, ക്യൂബർനെറ്റ്സ് അതുപോലത്തെ ടൂളുകൾ, ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ ആൻസിബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, മെയിൻ്റനൻസ്, മോണിറ്ററിങ്ങിൻ്റെ ടൈമിൽ മോണിറ്ററിങ് ടൂളുകളുണ്ട് ഒരുപാട്, ഗ്രഫാന, പ്രൊമത്യസ്, അത്തരത്തിലുള്ള കിയാലി, ജാഗോർ എന്നൊക്കെ പറയുന്ന ഒരുപാട് മോണിറ്ററിങ് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു എൻ്റർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെറാഫോം, ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തത്, കുറച്ചും കൂടി നമുക്ക് ടൈം ലാഭിക്കാൻ കഴിഞ്ഞ് കുറച്ചും കൂടി എഫിഷ്യൻ്റായി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഡെഡ് ലൈന്, നമ്മൾ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് പ്ലാനിൽ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതൊക്കെ പോസിബിളായി വന്നു. ഓക്കെ, ഇനി ഒരുപാട് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യണം, എല്ലാതും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ CI/CD പൈപ്പ് ലൈനുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ CI/CD പൈപ്പ് ലൈനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ടൂളിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ ഇവിടെ പോസിബിളായി, ഡെവോപ്സ് വന്നപ്പോൾ ഇവിടെ പോസിബിളായി. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ എവിടെ ഓവർകം ചെയ്തു, ഡെവോപ്സ് വന്നപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒഴിവായി. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒഴിവായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ എന്നും മോർണിംഗ് നമ്മൾക്ക് എന്തുണ്ടായിരിക്കും, മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ എൻ്റെ കമ്പനിയിലായാലും ഏത് കമ്പനിയിലായാലും ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രൊജക്റ്റിൽ ഇരിക്കുന്ന ഓപ്പറേഷൻ ടീമും അല്ലാണ്ട് ഡെവോപ്സ് ടീമും ആ ഡെവലപ്പേഴ്സും തമ്മിൽ
പ്രോപ്പർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഡെവലപ്പേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ചെയ്തു, എന്താണ് ഇഷ്യൂ വരുന്നത്, അതായത് പ്രോപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൈറ്റ്സ് എല്ലാം ഷെയർ ചെയ്ത് ഇനി എന്താണ് ചെയ്യുന്നത് ആ ഒരു ധാരണ ഉണ്ടായിരിക്കും. മുന്നേ ഇങ്ങനൊരു ധാരണ ഇല്ലായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നത്, എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി പല പേരിലും പല കമ്പനിയിലും മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും. സ്ക്രം എന്നുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കാഡൻസ്, റിവ്യൂവർ കോള്, പല രീതിയിലും കോളുകൾ ഉണ്ടായിരിക്കും. വീക്കിലി കസ്റ്റമറുമായിട്ട് എന്തുണ്ടായിരിക്കും, നമ്മളുടെ ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മൾ നമ്മളുടെ ക്ലയൻറ്റിനെ കാണിച്ചു കൊടുക്കും. അത് ഓക്കെ ആണോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണോ, അതിൻ്റെ ഫങ്ഷനാലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തണം. ഇത്രയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രോപ്പർ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി. ഏറ്റവും കുറഞ്ഞ ടൈമിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് എടുക്കാൻ കഴിഞ്ഞു ഡെവോപ്സ് വന്നപ്പോൾ. ഇതിൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ CI/CD, ജെങ്കിൻസ് പോലത്തെ ഓപ്പൺ സോഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർപ്രൈസ് ലെവലിലുള്ള CI/CDകളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. CI/CDയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞേക്കുന്ന എല്ലാ ഫേസസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഒരു പൈപ്പ് ലൈൻ അല്ലാണ്ട് വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നത് CI/CD ആകാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്തു, എല്ലാം ഓട്ടോമേറ്റ് ചെയ്തു. ഇവിടെ വന്നൊരു ഓട്ടോമേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ ജെങ്കിൻസ് ഉണ്ടെന്ന്, ഞാൻ ജെങ്കിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ജെങ്കിൻസ് ഞാൻ CI/CD ഉണ്ട്. ഓക്കെ. ജെങ്കിൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇവിടെ നമ്മളുടെ ഗിറ്റ് ഹബ്, ഓക്കെ, SCM പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗിറ്റ് ഹബ് ഉണ്ട്. ഗിറ്റ് ഹബുമായിട്ട് ഞാൻ എൻ്റെ ജെങ്കിൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ജെങ്കിൻസിൽ ഞാൻ എൻ്റെ ബിൽഡ് ടൂൾ ആയിട്ടുള്ള ഡോക്കർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് ചെയ്യാനുള്ള സൊനാർ ക്യൂബ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു ക്യൂബർനെറ്റ്സിൻ്റെ ഒരു ക്ലസ്റ്റർ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജെങ്കിൻസിൽ ഞാൻ പൈപ്പ് ലൈനിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോണിറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സംഭവിക്കുന്നത്, ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് കോഡ് എഴുതും. ഓക്കെ. എന്തെങ്കിലും ഒരു ഫീച്ചറിന് എന്തെങ്കിലും കാര്യത്തിനുണ്ട് കോഡ് എഴുതും. അവർ ആ കോഡ് എന്ത് ചെയ്യും, അവർ ഗിറ്റബിലോട്ട് പുഷ് ചെയ്യും, അല്ലേ? പുഷ് ചെയ്യുന്ന ടൈമിൽ അത് ആര് ഡിറ്റക്റ്റ് ചെയ്യും, ജെങ്കിൻസ് ഡിറ്റക്റ്റ് ചെയ്യും. അതായത് കുറച്ച് കോഡ് നമ്മുടെ റെപ്പോസിറ്ററിയിൽ വന്നിട്ടുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും, നമ്മുടെ ജെങ്കിൻസിന് മനസ്സിലാവും. ഓൺ ദ സ്പോട്ട് ജെങ്കിൻസ് എന്ത് ചെയ്യും, ബിൽഡ് എടുക്കും. ഓക്കെ. ഇത് ട്രിഗർ ചെയ്യും. അതായത് എല്ലാതും ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സംഭവിക്കും, ഒന്നും നമ്മൾ മാനുവലി ചെയ്യണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യേണ്ട, നല്ലൊരു നമ്മുടെ വേണ്ട വർക്ക് ഫ്ലോ ഒരു പൈപ്പ് ലൈനിൽ സെറ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക്, ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ എപ്പോഴും നമ്മളിത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് ടൈം ഒരു ഡെവലപ്പർ എന്താണ് കുറച്ചും കൂടി എന്തെങ്കിലും അവർ എഴുതി പിടിപ്പിച്ച സോഴ്സ് കോഡ്, അവരുടെ കോഡ് നമ്മുടെ റെപ്പോസിറ്ററിലോട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജെങ്കിൻസ് ഡിറ്റക്റ്റ് ചെയ്യും. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പ്രൊസീജിയേഴ്സ്, ബിൽഡ് എടുക്കുന്ന, പുതിയൊരു ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ അത് ടെസ്റ്റ് ചെയ്യുന്നു, ഡിപ്ലോയ് ചെയ്യുന്നു, ഇതുപോലത്തെ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊജക്റ്റിലും ഇതുപോലെ ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഏറ്റവും ബെറ്റർ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡെവോപ്സ് ടൂള് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഡെവോപ്സിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് ഡെവോപ്സ് വന്നത്, ഇതൊന്നും കാണാതെ പഠിക്കുകയല്ല, ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ വാട്ടർഫോൾ ആണെന്നുണ്ടെങ്കിലും അജൈൽ ഒരുപാട് മെത്തഡോളജികളുണ്ട്, SDLC എന്താണ്, എന്തൊക്കെ പ്രോസസ്സുകളാണ്, ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡെവോപ്സ് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അജൈൽ മെത്തഡോളജി എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ മെത്തഡോളജീസ് അറിയാം, എന്തുകൊണ്ടാണ് ഡെവോപ്സ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം, ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എല്ലാത്തിനും ആൻസർ പറയാനും ഈ ഒരു ടെക്നോളജി പഠിക്കാനും നല്ല ഹെൽപ്പ് ചെയ്യും.